ഷാജി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സംസാരിക്കുന്ന ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ധാരാളം സ്ത്രീകൾ ഈ അന്യായമായിട്ട് പോലീസ് സ്റ്റേഷനിലാണല്ലോ ആദ്യം നമ്മൾ ചെല്ലുന്നത്. എല്ലാ കാര്യത്തിലും എല്ലാത്തിനും നേരെ കോടതിയിലേക്കല്ല ചെല്ലുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പലപ്പോഴും പല സ്ത്രീകൾ ചിലപ്പോൾ വീട്ടിൽ വെച്ചുള്ള ചെറിയ വഴക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം. ഈ സ്ത്രീകൾ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായ ഈ വ്യക്തി, ഞാൻ പലരുടെയും കൂട്ടത്തിൽ സ്റ്റേഷനിൽ ഈ ജാമ്യത്തിലെടുക്കാനോ അല്ലെങ്കിൽ അവർ സംസാരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പോലീസുകാർ പോലും ഈ നിയമം നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് പലപ്പോഴും പോലീസുകാരും പറയണം നീ ആവശ്യമില്ലാത്ത കാര്യം നിൽക്കേണ്ട, അവർ പിടിച്ച കേസിൽ മറ്റേ പോക്സോ കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിടിച്ചിട്ട് അകത്തിടുക എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഈ പുരുഷന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പീഡനമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കാതെ വരുമ്പോഴാണ് ഇതുപോലുള്ള വക്കീലന്മാരുടെ അടുത്ത് നമ്മൾ ചെയ്യണത്. ഇത് ഈ ഫാക്ട് ഇവർ മനസ്സിലാക്കാതെയാണ് ഈ ഓരോരുത്തരും സംസാരിക്കുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന്റെ ജനശ്രദ്ധ പിടിച്ചു വരുന്നതിന് വേണ്ടി കുറെ കോപ്രായമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. അല്ലാതെ വേറെ ഒന്നുമല്ല. അതാണ് അതിന് ശരി. KR ഗൗരിയമ്മ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ KK രമയുണ്ട്, ഇതുപോലെ സുഷമാ സ്വരാജ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഫെമിനിസ്റ്റുകൾ, അവരാണ് ശരിക്കും ഫെമിനിസ്റ്റേ അല്ല. ഇവർ എവിടെയെങ്കിലും ശബരിമലയിൽ കയറാനാ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നടക്കുകയും എങ്ങനെ ജനശ്രദ്ധ പിടിച്ചു പറ്റാം എന്നുള്ളത് മാത്രമാണ്. ഫെമിനിസമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മളിവിടെ സംസാരിക്കുന്നത്. നേരത്തെ തൊട്ട് ഉള്ള കാര്യങ്ങൾ, സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതായത് അവർക്ക് പഠനമില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഇല്ല, സ്വത്തവകാശമില്ല, രാഷ്ട്രീയപരമായിട്ടില്ല. പക്ഷെ ഇപ്പൊ അതിലും കൂടുതലാണ് അവർക്ക്. ഇപ്പൊ പുരുഷനാണ് ഇതൊന്നും ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തില് 15 വാർഡുണ്ടെന്ന് വിചാരിക്കുക. ആ 15 വാർഡിൽ 50% വനിതകൾക്കാണ്. അതിൽ 8 വാർഡ് വനിതകൾക്കാണ്. പോയിട്ട് ഉള്ള 7 വാർഡില് ഒരു സംവരണം പോയാൽ 6 എണ്ണേ ഉള്ളൂ പുരുഷനുള്ളൂ. അപ്പൊ ആർക്കാണ് കൂടുതൽ? വനിതകൾക്കാണ് കൂടുതൽ. ഇപ്പൊ ഞാൻ ഈ ചർച്ചയിൽ ഫെമിനിസത്തിനെതിരെ സംസാരിച്ചു. ഇതിനു മുമ്പ് ഒരു 5 വർഷം മുമ്പ് ഇതേപോലൊരു ചർച്ചയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ, ഇവന്മാർക്കെതിരെ വ്യാജമായിട്ട് ലൈംഗിക ആരോപണം ഉന്നയിച്ചാലോ എന്നും പറഞ്ഞ് ഇതേ ഫെമിനിസ്റ്റുകൾ ഗൂഢാലോചന ചെയ്തതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് കിട്ടിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇവരല്ല ആ റെക്കോർഡിംഗ് അതെങ്ങനെ പറയുന്നതെന്നറിയോ? ഇന്റർസെക്ഷണൽ ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന് പറഞ്ഞില്ലേ, ഇതേ ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞു വന്ന സ്ത്രീകളാണ് ആ ഗൂഢാലോചന നടത്തിയത്. അവരെന്താ പറഞ്ഞെന്നറിയോ? നമുക്കൊരു ഈ പയ്യന്മാരുണ്ട്, ഇവന്മാർക്കെതിരെ ഇവന്മാരൊക്കെ നമ്മളെ ലൈംഗികമായിട്ട് അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മീറ്റു ഉണ്ടാക്കാം. അങ്ങനെ മീറ്റു ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് മീ ഫിനിഷ്, റിക്വസ്റ്റിംഗ് യു ലെറ്റ് മീ ഫിനിഷ്. അവര് ഇതേ ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന മനുഷ്യത്യ പുള്ളിക്കാരത്തി പറഞ്ഞതാ, നമുക്ക് ഇവന്മാർക്കെതിരെ അങ്ങോട്ട് ഇതാക്കാം. ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ബ്രൗണി പോയിന്റ്സ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ബ്രൗണി പോയിന്റ്സ് പ്രതീക്ഷിച്ച് കുറച്ച് ആമ്പിള്ളേർ ഇവന്മാരെ എടുത്ത് പഞ്ഞി കിട്ടുള്ളൂ എന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.